ഹായ് ഹലോ. ഞങ്ങൾ മണ്ണാർക്കാട് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ രാത്രി എന്താ ഫുഡ് ഉണ്ടാക്കാന്ന് ആലോചിച്ചത്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അൽഫാം ഉണ്ടാക്കാന്ന് തീരുമാനിച്ചു. അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇവരൊക്കെ ഇറങ്ങി. അപ്പം നമ്മൾ ആര്യമ്പാവുന്നാണ് സാധനങ്ങൾ വാങ്ങിയത്. ആദ്യം ചിക്കൻ വാങ്ങി അതൊക്കെ കിട്ടി. പിന്നെ കുട്ടികൾ കുറേ കാര്യങ്ങൾക്കൊക്കെ വാശി പിടിച്ചു. പിന്നെ താത്ത വിളിച്ചിരുന്നപ്പോൾ നിങ്ങൾ എന്തിനാ വിളിച്ചിരുന്നു? ഞാൻ സാധനങ്ങൾ നിങ്ങൾ എന്താണ് രാത്രിക്ക് ഫുഡിന് എന്താ കൊണ്ടുവരുന്നത് ചോദിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. അപ്പോഴാണ് ഇപ്പം നമ്മൾ അൽഫാമാണെന്ന് തീരുമാനിച്ചിട്ട്. അപ്പം ഇതിലെ പച്ചമുളക്, മല്ലിയലി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ പിന്നെ എല്ലാവർക്കും ചായൻ്റെ നേരമായിരുന്നു. പിന്നെ എല്ലാവരും ചായ കുടിച്ച് പിന്നെ അൽഫാം ഉണ്ടാക്കാനുള്ള അന്ന് നമ്മൾ ഇതൊക്കെ അല്ലേ കഴിച്ചില്ലേ, ചിക്കൻ പക്കാടി അങ്ങനെ അതൊക്കെ കഴിച്ചു കേട്ടോ അതിൻ്റെ ഇടയിൽ. പിന്നെ വേഗം തന്നെ താത്ത എന്ത് ചെയ്ത് ചിക്കനും കാര്യങ്ങളൊക്കെ നേരാക്കി. കാരണം വെള്ളം വാർന്നാലേ പെട്ടെന്ന് മസാലയൊക്കെ ആക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ 3 ആളും പ്ലസ് പിന്നെ ഞങ്ങളെ മൂത്തച്ഛന്, ഞങ്ങളെ ഷെഫ് എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ അണിയറിയിലേക്ക് വന്നൂല്ലേ. അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ എല്ലാരും പാടെ ഒത്തുകൂടിയിട്ട് വേഗം മസാല സെറ്റ് ചെയ്തു. നമ്മള് ഫ്രീസറിൽ കയറ്റിയില്ലേ കുറച്ച് സമയം കേട്ടോ. പെട്ടെന്ന് ഞങ്ങൾ മസാലയൊക്കെ കൂട്ടി വെച്ച് മക്കളെയൊക്കെ പഠിപ്പിക്കാതിരിക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ വേഗം ഞങ്ങളുടേതായ രീതിക്ക് മസാല ഒക്കെ ഇട്ട്, കുട്ടികൾക്ക് നല്ല സ്പൈസി ആയിട്ടുള്ളതൊന്നും പറ്റൂലല്ലോ. അപ്പോൾ പെട്ടെന്ന് ഉള്ളി കഴിച്ച് വേഗം അതിൻ്റെ നമ്മൾ ഓരോന്ന് ചെയ്തു അല്ലേ. ഓരോന്ന് ചെയ്തു. ഒരാൾ നമ്മളെ പേസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി മസാല തേച്ച് വേഗം ഫ്രീസറിൽ കയറ്റി. പിന്നെ അത് നമ്മളിതായിട്ടുള്ള മസാലയാണ് കേട്ടോ. സാധാ നമ്മളെ പൗഡേഴ്സും കാര്യങ്ങളും പിന്നെ നമ്മുടെ പേസ്റ്റും നല്ലതല്ലല്ലോ കുട്ടികൾക്കൊക്കെ. പിന്നെ കളർ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാനില്ല. പിന്നെ വേഗം ഫ്രീസറിൽ കയറ്റി. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. അത് കാര്യാക്കണ്ടാരും. ഞങ്ങൾ ശരിയായി വരും അല്ലേ, ശരിയാക്കി വരും. അപ്പൊ ഞങ്ങൾ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടോ. പെട്ടെന്ന് ഇട്ടത് കാരണം രാത്രിയായി തുടങ്ങിയ ടൈം. കാരണം ഇനി പിറ്റേ ദിവസം കുട്ടികൾക്ക് ക്ലാസ് ഇല്ലതല്ലേ, അവരെ പഠിപ്പിക്കാനും. അവര് വേഗം മസാല തേച്ചവിടെ വെച്ചു. അതിനുശേഷം വേഗം കുട്ടികളെ പഠിപ്പിക്കലും അതിനൊക്കെ പോയിട്ടോ. നമ്മള് മസാല ഇട്ട് അപ്പൊക്കന്നെ ബാങ്ക് കൊടുത്തു. പിന്നെ അതിന് ശേഷം കൊറേ ടൈം കഴിഞ്ഞിട്ടാണ് നമ്മള് കത്തിക്കാൻ തുടങ്ങി. കുട്ടികളും എല്ലാവരും ആണുങ്ങളെല്ലാവരും അവിടെ ഇരുന്നു. നമ്മൾ വലിയ മക്കളെയൊക്കെ പിടിച്ച് വേഗം പഠിപ്പിക്കാണ്ടിരുന്നു. ചാർക്കോളി നമ്മൾ ആര്യമ്പാവെന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ മറന്നു. അതിക്ക് നമ്മൾ കുറേ ഇവര് 2 പേരും കൂടിയിട്ട് കുറേ ചിരട്ടയൊക്കെ ഇട്ടിട്ട് പിന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ ഫസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ വേഗം കുട്ടികൾക്കൊക്കെ കൊടുത്തേച്ചാൽ പിന്നെ സ്കൂളുണ്ടല്ലോ പിറ്റേ ദിവസം. അപ്പം പിന്നെ ഓർക്കൊക്കെ ഉറക്കം വന്നപ്പോൾ വേഗം ഓർക്കുള്ളത് കൊടുത്ത് പിന്നെ ഇതിന് ശേഷം പിന്നെ ഞങ്ങളും കഴിച്ചു. ഞങ്ങൾ കഴിച്ചൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.